നമസ്കാരം. ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയുമായുള്ള തർക്കങ്ങളിൽ വിജയിക്കാനായെന്ന് പാക് പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി. ഇസ്രയേൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഊർജിതമാക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ലിയോൺ പനേറ്റ. ഞാൻ സനൽപൊറ്റി. വാർത്തകൾ വിശദമായി. പാക് ISIയുമായുള്ള അഖാനി ഭീകര സംഘടനയുടെ രഹസ്യ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ വിജയിക്കാനായെന്ന് പാക് പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ഹക്കാനി സംഘടന നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ISI ആണെന്ന് മുൻ US സൈനിക മേധാവി അഡ്മിറൽ മൈക്ക് മുള്ളൻ പ്രസ്താവിച്ചതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അകലാൻ കാരണം. എന്നാൽ ഭീകരതയ്ക്കെതിരായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പിന്തുണ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ടെന്ന് തനിക്ക് വാഷിംഗ്ടണിൽ നിന്നും സന്ദേശം ലഭിച്ചതായി ഗിലാനി മുൾട്ടാനിൽ ഒരു യോഗത്തിൽ പറഞ്ഞു. ഇത് പാകിസ്ഥാന്റെ വിജയമാണ്. പാക് ഗവൺമെന്റും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നതിനാലാണ് ആരോപണം US പിൻവലിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. മുൻ അഫ്ഗാൻ പ്രസിഡന്റും സമാധാന യത്നത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ബുർഹാനി റബ്ബാനിയുടെ ഘാതകൻ പാക് ചാവർ എന്ന് അഫ്ഗാനിസ്ഥാൻ ആരോപിച്ചു. താലിബാൻ പ്രതിനിധിയായി ചർച്ചയ്ക്കെത്തിയ ആളാണ് റബ്ബാനിയെ വധിച്ചതെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി അബ്ദുൾ റഹീം വർദാഖ് ആരോപിച്ചു. അഫ്ഗാനിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായി പാക് ചാര സംഘടനയായ ISI ആസൂത്രണം ചെയ്തതാണ് റബ്ബാനിയുടെ കൊലപാതകമെന്ന് അഫ്ഗാനിസ്ഥാൻ നേരത്തെ ആരോപിച്ചിരുന്നു. ഇതേ ആരോപണവുമായി ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസം തലസ്ഥാനമായ കാബൂളിൽ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പ്രതിരോധ മന്ത്രി തന്നെ ആരോപണവുമായി പരസ്യമായി രംഗത്ത് വന്നത്. റബ്ബാനിയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രസിഡന്റ് ഹമീദ് കർസായി നിയോഗിച്ച സംഘമാണ് പുതിയ കണ്ടെത്തൽ നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളും ഫോൺ വിളികളുടെ വിശദാംശങ്ങളും പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. ഇസ്രയേൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഊർജിതമാക്കണമെന്ന് US പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ലിയോൺ പനേറ്റ ആവശ്യപ്പെട്ടു. ഈ പ്രദേശത്ത് ഇസ്രയേൽ ഒറ്റപ്പെടാൻ തുടങ്ങിയെന്നും പനേറ്റ ഓർമ്മിപ്പിച്ചു. ഇസ്രായേൽ പാലസ്തീൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി തിങ്കളാഴ്ച ഇസ്രായേൽ സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് അദ്ദേഹം തന്റെ അഭിപ്രായം മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം സുദൃഢമാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇസ്രായേൽ തിരിച്ചറിഞ്ഞ് വേണ്ടത് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടർക്കി, ഈജിപ്ത് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി USന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും പനേറ്റ ഉറപ്പു നൽകി. കാലിഫോർണിയ സാൻ ലിയാൻ നഗരത്തിൽ നിശാ പാർട്ടിയുടെ വെടിവെപ്പ് 3 പേർ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്കേറ്റു. നഗരത്തിലെ അൽവരാഡോ സ്ട്രീറ്റിൽ ഒരു ഗോഡൌണിൽ അനധികൃതമായി സംഘടിപ്പിച്ച ടാറ്റു പാർട്ടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. 2 യുവതികളും ഒരു യുവാവുമാണ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. മുഖംമൂടി ധരിച്ചെത്തിയ 2 അക്രമികളാണ് വെടിവയ്പ് നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 100ഓളം പേരാണ് പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. ഇന്റർനെറ്റിലൂടെ പരസ്യം നൽകിയാണ് പാർട്ടി സംഘടിപ്പിച്ചത്. വെടിവയ്പിനെ തുടർന്ന് പരിഭ്രാന്തരായ നിരവധി പേർ സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ സഹോദരന് ഇന്ത്യയിൽ നിന്നും ദുരൂഹമായ പാഴ്സൽ ലഭിച്ചതായി വാർത്ത. ഫ്രാൻസിസ് ബിഡനാണ് പാഴ്സൽ ലഭിച്ചത്. പാഴ്സലിൽ ഉണ്ടായിരുന്ന വെളുത്ത പൊടി കയ്യിലായതിനെ തുടർന്ന് ഫ്രാൻസിസും കാമുകിയായ മൈൻഡിയും സമീപത്തെ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയരായി. ഇന്ത്യയിൽ എവിടെ നിന്നാണ് പാഴ്സൽ അയച്ചതെന്ന് അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനായിട്ടില്ല. ഫ്ലോറിഡയിൽ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞുപോകുന്ന കുട്ടികൾക്കായി ട്യൂഷൻ ഫീസില്ലാത്ത സ്കൂളുകൾ നടത്തിവരികയാണ് ഫ്രാൻസിസ് ബിഡൻ. Squad and all the fire engines and everything, and news teams, the Red Cross. Frightening thing. I thought that had stopped a long time ago. ഡാലസ് പ്രസിഡൻഷ്യൽ സെന്ററിൽ സ്റ്റീൽ ബീം സ്ഥാപിക്കുന്ന ചടങ്ങിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് ബുഷ് പങ്കെടുക്കും. ഡാലസിലെ സദേൺ മെത്തോഡിസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ചേർന്നാണ് പുതിയ മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത്. ഡാളസിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പ്രസിഡൻഷ്യൽ സെന്ററിൽ 20 അടി ഉയരമുള്ള സ്റ്റീൽ ബീം തിങ്കളാഴ്ച സ്ഥാപിക്കും. ചടങ്ങിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് പ്രസംഗിക്കും. സെന്ററിൽ പുതിയ ലൈബ്രറിയും പോളിസി സ്ഥാപനവും പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചടങ്ങിൽ ബുഷിന്റെ ഭാര്യ ലാറ ബുഷും സെന്റർ ഡിസൈനർമാരും ആർക്കിടെക്റ്റുകളും പങ്കെടുക്കും. 20 ഏക്കറിൽ പണിയുന്ന ഈ മ്യൂസിയം 2013 തുറക്കാനാകും. 2,26,565 തൊഴിലാളികളാണ് ഡാലസ് പ്രസിഡൻഷ്യൽ സെന്റർ നിർമ്മിക്കുന്നത്. ബീം സ്ഥാപിക്കുന്ന ഈ ചടങ്ങ് നടത്തുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്ന് ആർക്കിടെക്ട് പറഞ്ഞു.
സദേൺ മെത്തോഡിസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ചേർന്നാണ് ഈ പ്രസിഡൻഷ്യൽ സെന്റർ നിർമ്മിച്ചിട്ടുള്ളത്. സെന്ററിൽ വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, വനിതകളുടെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകും. $250 മില്യൺ ഇതിന്റെ നിർമ്മാണത്തിനായി ചെലവഴിക്കുന്നത്. സെന്ററിന് മുന്നിൽ മനോഹരമായ പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ ഫിലിപ്പൈൻ അമേരിക്കൻ യുവതിയെ മോചിപ്പിച്ചതായി ബാസിൻ ദ്വീപ് അധികൃതർ പറഞ്ഞു. ഗർഫ ഈറ്റ്സ് ലൻസ്മാൻ എന്ന യുവതിയെയാണ് 2 മാസം മുൻപ് തട്ടിക്കൊണ്ടുപോയത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇവരെ മോചിപ്പിക്കാനായതെന്ന് അധികൃതർ പറഞ്ഞു. ഇവരുടെ മകൻ 14 വയസ്സുള്ള കെവിൻ, ബന്ധുവായ 19 വയസ്സുള്ള റോംനിക് ജക്കാരിയ എന്നിവരെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇവരുടെ വിവരങ്ങൾ ലഭ്യമല്ല. യുവതിയെ മോചിപ്പിക്കാനായി മോചനദ്രവ്യം നൽകിയതായി അറിവില്ല. ഇവർ വളരെ ക്ഷീണിച്ച നിലയിലാണെന്ന് സാംബോൻഗ സിറ്റി മേയർ സീൽസോ ലോബ്രിഗറ്റ് പറഞ്ഞു. സയൻസ് നോബൽ സമ്മാനം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? ക്വിസ് മത്സരങ്ങളിൽ അത്തരമൊരു ചോദ്യം ചോദിക്കാൻ കഴിയുമോ എന്ന് നാളെ അറിയാം. ഒരിക്കൽ മലയാളിയെ തൊട്ടില്ലെന്ന മട്ടിൽ മോഹിപ്പിച്ച് കടന്നുപോയ നോബൽ സമ്മാനം ഇക്കുറി മലയാളിയെ ലോക പ്രശസ്തിയുടെ നെറുകയിൽ എത്തിക്കണേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഫിസിക്സിനുള്ള നൊബേൽ സമ്മാന സാധ്യതാ പട്ടികയിൽ ഏഷ്യക്കാരനും മലയാളിയുമായ ഡോക്ടർ സജീവ് ജോണിന്റെ പേര് റോയിറ്റർ മാധ്യമ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചതോടെ മലയാളി ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഈ മഹാപ്രതിഭ. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ഗവേഷണത്തിൽ ലോകത്തിലെ അതുല്യ പ്രതിഭയായ സജീവ് ജോണും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഏലിയ ബെലോനോവിച്ചും ചേർന്ന് ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ കണ്ടുപിടിച്ചതിനാണ് ഇരുവരെയും നൊബേലിന് പരിഗണിച്ചത്. ശാസ്ത്രമേഖലയിൽ വളരെ പ്രസിദ്ധനായ പ്രൊഫസറുടെ മലയാളി വിശേഷങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. 4-ാം വയസ്സിൽ കാനഡയിലെത്തിയ അദ്ദേഹത്തിന്റെ പിതാവ് ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു എന്നാണ് ആദ്യ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. MITയിലും ഹാർവാർഡിലും പഠിച്ച ശേഷം ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ശേഷമാണ് ഓപ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് ഒരു യാഥാർത്ഥ്യമാക്കിയത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം കമ്പ്യൂട്ടർ ചിപ്പുകൾ ഇലക്ട്രോണുകൾക്ക് പകരം ഫോട്ടോണുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കും എന്നാണ്. അമേരിക്കയിലെ മേസണിൽ ഒരു കാറിൽ വെച്ച് യുവതിക്ക് സുഖപ്രസവം. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും ഉദ്വേഗജനകമായ കാര്യമാണ് ഒരു കുഞ്ഞിന്റെ ജനനം. എന്നാൽ അതൊരു കാറിൽ വെച്ച് സംഭവിക്കുമ്പോഴോ? മേസൺ സിറ്റിയിലാണ് സംഭവം. മാറ്റ് ഗ്രേഡി പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും അമ്മയുമായി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാര്യ ടിയാരയ്ക്ക് പ്രസവവേദന ഉണ്ടായത്. ഹോസ്പിറ്റലിലേക്ക് നീങ്ങാൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ ടിയാര പ്രസവിച്ചു. I got to turn her over and say she was a girl. It happened so quickly that I really did not have time to think. And then even after it happened, I think we were all just more shocked than anything. We didn't really know what to do. അമ്മ ജാനൽ ഹെർമാൻ തന്നെ പ്രസവ ശുശ്രൂഷയും ചെയ്തു. പൂർണ്ണ വളർച്ചയും 8 പൗണ്ടും 7 ഔൺസ് ഭാരവുമുള്ള പെൺകുഞ്ഞിനാണ് ടിയാര ജന്മം നൽകിയത്. ആദ്യത്തെ അമ്പരപ്പിന് ശേഷം 911 വിളിച്ച് സുരക്ഷാ സേനയുടെ സഹായത്തോടെ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലെത്തിച്ചു. രണ്ടുപേരും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഭൂമികുലുക്കത്തിൽ തകരാർ സംഭവിച്ച വാഷിംഗ്ടൺ സ്മാരകത്തിന് പരിശോധന ആരംഭിച്ചു. ഇതോടെ സ്മാരകം പൊതുജനങ്ങൾക്കായി തുറക്കുന്നത് വൈകും. ആഗസ്റ്റ് 24-ന് ഈസ്റ്റ് കോസ്റ്റിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ സ്മാരകത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് പൊതുജന പ്രവേശനം നിരോധിച്ചിരുന്നു. സ്മാരകത്തിന്റെ പിരമിഡിയൻ എന്നറിയപ്പെടുന്ന മേൽക്കൂരയിൽ 1.25 ഇഞ്ച് നീളത്തിൽ വന്ന വിള്ളലാണ് ഏറ്റവും ഗുരുതരമായ കേടുപാടുകളായി കണക്കാക്കപ്പെടുന്നത്. വിള്ളലിലൂടെ മഴവെള്ളവും മഞ്ഞും സ്മാരകത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതിനിടെ തിങ്കളാഴ്ച നിർമ്മാണ പ്രവർത്തനത്തിനിടെ ആഞ്ഞടിച്ച കാറ്റിൽ കയറിൽ തൂങ്ങി ജോലി ചെയ്തിരുന്ന തൊഴിലാളിയെ 30 അടിയോളം തെറിപ്പിച്ചത് പരിഭ്രാന്തി ഉണർത്തി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിക്ക് ആ മേഖലയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് പ്രതികൂലമാകുകയാണെന്ന് അധികൃതർ അറിയിച്ചു. MC ന്യൂസ് ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. ഇനി ഒരു ഇടവേള.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി ന്യൂസ്. കേരള അസോസിയേഷൻ ഓഫ് ഡയാലിസിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പിക്നിക്കും സ്പോർട്സും സംഘടിപ്പിച്ചു. ഗാർലൻഡിലുള്ള കേരള കമ്മ്യൂണിറ്റി സെന്ററിലാണ് പിക്നിക്കും സ്പോർട്സും നടത്തിയത്. ഏലിയാസ് പുനൂസ്, ഐ വർഗീസ്, മാത്യു കോശി, ടോമി നെല്ലുവേലിൽ, ബോബൻ കൊടുവത്ത്, ഹരിദാസ് തൊങ്കപ്പൻ, സൈമൺ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. CSI കോൺഗ്രിഗേഷൻ ഓഫ് ഡയാലിസ് ഓണം ആഘോഷിച്ചു. പള്ളിയങ്കണത്തിൽ നടന്ന ഓണാഘോഷത്തിൽ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. ആഘോഷ പരിപാടികൾക്ക് റവറന്റ് ഫാദർ അനൂപ് ജോസഫും സെക്രട്ടറി ജോസ് തോമസും നേതൃത്വം നൽകി. ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പ്രസിഡന്റ് ബെന്നി വാച്ചാച്ചുറിയുടെ നേതൃത്വത്തിൽ സ്കോക്കിയിലുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി വള്ളിക്കുളം, ജനറൽ സെക്രട്ടറി ജോർജ് തോട്ടപ്പുറം, ജോയിന്റ് സെക്രട്ടറി ജോൺസൺ കണ്ണൂക്കാടൻ, ബോർഡ് മെമ്പർ രഞ്ജൻ എബ്രഹാം, അനി വാച്ചാച്ചിറ എന്നിവർ നേതൃത്വം നൽകി. തേവര SH കോളേജിലെ നോർത്ത് അമേരിക്കയിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ആലോചനാ യോഗം നടത്തി. ടെലികോൺഫറൻസ് വഴി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ പ്രശാന്ത് പാലിക്കാപ്പള്ളിയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് അമേരിക്കയുടെ ദേശീയ സമ്മേളനത്തിന്റെ രജിസ്ട്രേഷൻ കിക്കോ ഫ്ലോറിഡ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. ന്യൂജേഴ്സിയിലുള്ള സോമർസെറ്റിൽ ഒക്ടോബർ 27 മുതൽ 30 വരെയാണ് ദേശീയ സമ്മേളനം നടക്കുക. ചാപ്റ്റർ പ്രസിഡന്റ് സുനിൽ തൈമറ്റം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഷിക്കാഗോയിൽ വിവാഹ സമ്മേളനവും കുടുംബ സമ്മേളനവും ഒക്ടോബർ 8-ാം തീയതി ഡെസ്പ്ലെയിൻസിലുള്ള ഹെർബോൺ സെന്റർ നടക്കും. കുടുംബജീവിതം എങ്ങനെ സുസ്ഥിരമായി നയിക്കാൻ കഴിയും എന്ന വിഷയത്തിൽ ഡോക്ടർ CV എബ്രഹാം പ്രഭാഷണം നടത്തും. സെന്റ് മേരീസ് ഗ്രാനായി മിഷന്റെ നേതൃത്വത്തിലുള്ള അഭിഷേകാഗ്നി കൺവെൻഷൻ ഒക്ടോബർ 21 മുതൽ 23 വരെ സാൻഹോസയിൽ നടക്കും. വചനപ്രഘോഷകൻ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ കൺവെൻഷന് നേതൃത്വം നൽകും. കാത്തലിക് ചർച്ച് ഓഫ് റിഡക്ഷൻ ഫൊറാന സെന്ററിലാണ് ധ്യാനം നടക്കുക. വചനപ്രഘോഷണം, ആരാധന, കൌൺസിലിംഗ്, വിടുതൽ പ്രാർത്ഥന, ആന്തരിക സൗഖ്യ പ്രാർത്ഥന എന്നിവയും ഉണ്ടാകും. ഇനി കേരള ഡെസ്ക്. ഒരു കുട്ടിച്ചാത്തനും അവന്റെ 3 കൂട്ടുകാരും കൂടി മലയാളി ബാല്യങ്ങളെ വിസ്മയിപ്പിക്കാൻ ആദ്യമെത്തിയത് 27 വർഷങ്ങൾക്ക് മുമ്പാണ്. കണ്ണിന്റെ അറ്റത്ത് പാഞ്ഞുവന്ന് തറച്ച തീയമ്പുകൾ, മന്ത്രവാദികൾ പകർന്ന ഭയം, നാവിൽ വെള്ളം നിറച്ച ഐസ്ക്രീമുകൾ. ഒരു ബാല്യകാലം തിരിച്ചു നേടാൻ പര്യാപ്തമാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ സമ്മാനിച്ച ഓർമ്മകൾ. സാങ്കേതികമായി മലയാളത്തിനും ഭാരതത്തിനും ഒരു വിസ്മയം തന്നെയായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തൻ. ഭാരതത്തിലെ ആദ്യ ത്രിമാന സിനിമയായിരുന്നു കുട്ടിച്ചാത്തൻ. ഈ ഓണക്കാലത്താണ് ചിത്രം വീണ്ടും പുതുമകളോടെ തിയേറ്ററുകളിലെത്തിയത്. ബലൂണും മിഠായിയും ഐസ്ക്രീമുമൊക്കെ കൈയെത്തിപ്പിടിക്കുന്ന ദൂരത്തെത്തിയപ്പോൾ കൈനീട്ടിയത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ കൂടിയായിരുന്നു. അച്ഛന്റെ കൈപിടിച്ച് അന്ന് സിനിമയ്ക്ക് പോയ ബാല്യങ്ങൾ ഇന്ന് അവരുടെ മക്കളുമൊത്ത് കുട്ടിച്ചാത്തൻ കാണാൻ വീണ്ടും തിയേറ്ററുകളിലെത്തി. ഞങ്ങൾ 25 വർഷം മുന്നേ മൈഡിയർ കുട്ടിച്ചാത്തൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. കുഞ്ഞും അതിൻ്റെ 3D വെർഷൻ കാണുന്നു പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. പണ്ട് 25 വർഷം മുന്നേ കണ്ടതാണ്. അപ്പോൾ ചെറുതായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ഒരു ത്രിൽഡാണ്. കുഞ്ഞും ഞാനും നമ്മളെല്ലാവരും. സിനിമ 25 വർഷം മുമ്പ് കാണാൻ വന്നതാണ്. തനിയെ ഞാനും എൻ്റെ അച്ഛനും കൂടെ വന്നതാണ്. ഇപ്പോഴും ഞാനും എൻ്റെ നീസ് ആൻഡ് നെഫ്യൂടെ കൂടെ വന്നിരിക്കുകയാണ്. സെയിം മൂവി ആണെങ്കിലും പക്ഷേ ഇപ്പോഴും ആ ഒരു എനിക്ക് അപ്പോൾ കണ്ട മൂവിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. സോ അത് ഈ കുട്ടികൾക്ക് ആ ഒരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്.
I hope they have not changed it too much. 27 വർഷത്തിനിപ്പുറം കുട്ടികൾ അനുഭവിക്കുന്ന സന്തോഷം തിരിച്ചറിഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞവർ ധാരാളം. ഇത് ഒരു അനുഭവമാവുകയായിരുന്നു മലയാളിക്ക്. സാങ്കേതിക തിളക്കത്തിൽ അവതാറും ലയൺ കിങ്ങും ഒക്കെ നിറഞ്ഞാടുമ്പോഴും തിയേറ്ററിൽ കുട്ടിച്ചാത്തന് മാറ്റുകുറയുന്നില്ല. സോ അവതാർ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പ്രശ്നം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ 25 വർഷം മുമ്പ് തന്നെ നമ്മൾ ഈ മൂവി എടുത്തത് അതുമായിട്ട് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആക്ച്വലി അവതാരം വളരെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ട്, റീസെൻ്റായിട്ട് കണ്ടു. പക്ഷേ അപ്പോഴും ഞാൻ കൊച്ചിയിൽ കണ്ട ആ മൂവി, ഈ മൂവിയുടെ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അവതാറിൽ കൂടെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. സോ ഐ ഡോണ്ട് സീ എ ഡിഫറൻസ്. ഈ ടെക്നോളജിക്കലി അപ്പോഴും ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ വാസ് സോ അഡ്വാൻസ്. ഐ മീൻ ആ സ്പിയർ വന്ന് മുമ്പിൽ വരുന്നതും ദാറ്റ് ഈസ് അമേസിങ്. ഐ കാനോട്ട് ഫർഗെറ്റ് ദാറ്റ്. ആക്ച്വലി ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീലിംഗ്. സോ ആ കുട്ടികൾക്കും അതേ ഫീലിംഗ് എക്സ്പോഷർ ആവാൻ വേണ്ടിയാണ് ആക്ച്വലി വന്നത്. 27 വർഷം മുമ്പുള്ള കുട്ടിച്ചാത്തന് മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും സിനിമയിൽ ചില കൂട്ടിച്ചേർക്കലൊക്കെയുണ്ട്. പിന്നെ സാങ്കേതികമായ പുതിയ ചില പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു 3D ചിത്രത്തിന്റെ മട്ടിനു വേണ്ട കഥയാണ് കുട്ടിച്ചാത്തന്. കുപ്പിയിലടയ്ക്കപ്പെട്ട ഒരു ചെകുത്താനെ രക്ഷിക്കുന്ന കുട്ടികളും ചാത്തനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. അവനെ പിടിക്കാൻ നടക്കുന്ന മന്ത്രവാദിയായി എത്തുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായർ. താരങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചിത്രത്തിലുണ്ട്. കേരളത്തിലെ വലിയ നിർമ്മാണ കമ്പനികളിലൊന്നായ നവോദയയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. സംവിധായകൻ ജിജോ. 27 വർഷം മുമ്പ് ചിത്രത്തിന്റെ സംവിധാന സഹായിയായിരുന്നു TK രാജീവ് കുമാർ. എനിക്ക് സിനിമയിൽ എൻ്റെ ഗുരു, അല്ലെങ്കിൽ ഞാൻ ഒരു ഫിലിം മേക്കർ ആയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ എൻ്റെ ഗുരു ജിജോയിൽ ആയിരിക്കും. ഞാൻ അത് ജിജോയായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. കാര്യം ഇതിൻ്റെ ടെക്നോളജിയോ ഇതിൻ്റെ ഇത്തരത്തിലുള്ള മറ്റ് പാരഫെർനാലിയ എന്തെന്നറിയാൻ അത് പഠിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. കുട്ടിച്ചാത്തൻ എന്നുള്ള എൻ്റെ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ് അതാണ്. ഒരു തലമുറയെ കൂടി രസിപ്പിച്ചും വിസ്മയിപ്പിച്ചും കുട്ടിച്ചാത്തൻ കളി തുടരുകയാണ്. ഒരു സിനിമ എന്നതിനപ്പുറം മൈ ഡിയർ കുട്ടിച്ചാത്തൻ കേരളത്തിന്റെ നാടോടി കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കയുമായുള്ള തർക്കങ്ങളിൽ വിജയിക്കാനായെന്ന് പാക് പ്രധാനമന്ത്രി യൂസുഫ് റാസ ഗിലാനി. ഇസ്രയേൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഊർജിതമാക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ലിയോൺ പനേറ്റ. ഗുഡ് ഈവനിംഗ് അമേരിക്ക. ഗുഡ് മോർണിംഗ് ഇന്ത്യ MC ന്യൂസിന്റെ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. നമസ്കാരം.